സജ്ജനങ്ങളെ, നമ്മൾ ഈ കാണുന്നതാണ് ശ്രീ പൂർണ്ണത്രയേശ്വര ക്ഷേത്രം. തൃപ്പൂണിത്തുറയിലെ പൂർണ്ണാനദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണു ആണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂർണ്ണത്രയേശ്വര പ്രതിഷ്ഠ. ഇത് പണ്ടത്തെ കൊച്ചി രാജവംശത്തിന്റെ വകയായിരുന്ന ക്ഷേത്രമാണ്. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഒരു വഴിപാട് പറയത്തക്ക രീതിയിലുള്ളത്, പൂർണ്ണത്രയേശ്വരന് കുട്ടികളോട് സന്താന ഗോപാല പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് സന്താന ഗോപാല മന്ത്രം ജപിച്ച് അവിടുന്ന് നമുക്ക് പൂവമ്പഴം നിവേദ്യമായിട്ട് കിട്ടും. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ആൾക്കാരാണെങ്കിൽ ക്ഷേത്രത്തിലെത്തിയാൽ ദേവസ്വം ബോർഡിൻ്റെ കൗണ്ടറിൽ നിന്ന് പൂവമ്പഴം ഷീട്ടാക്കുക. അത് നേരെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്ത് ഉപപ്രതിഷ്ഠയായിട്ട് വിഘ്നേശ്വരനാണുള്ളത്. ആ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഈ പൂവമ്പഴം വയ്ക്കുക. അവിടുത്തെ തിരുമേനി ഇത് നേദിച്ചിട്ട് നിങ്ങൾക്ക് വടക്കേ നടയിൽ പ്രസാദമായിട്ട് തരും. ഈ പൂവമ്പഴം പ്രസാദമായിട്ട് വാങ്ങിക്കുന്ന ദമ്പതികൾ അമ്പലത്തിൻ്റെ വെളിയിലിറങ്ങിയതിന് ശേഷം അവിടെ നിന്നിട്ട് ഇത് ഭക്ഷിക്കാവുന്നതാണ്. ഭക്ഷിച്ചിട്ട് നിങ്ങൾ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്ന സന്താന ഗോപാലമൂർത്തിയാണ് പൂർണ്ണത്രയേശ്വരൻ. നിങ്ങളെ കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കുഞ്ഞുമൊക്കെ പ്രദാനം ചെയ്യാനായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ ക്ഷേത്രത്തിൽ എത്തേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെ നിന്ന് നേരെ തൃപ്പൂണിത്തുറ വരാം. വൈറ്റില വന്നതിന് ശേഷം അവിടെ നിന്ന് നേരെ ബസ് കിട്ടും തൃപ്പൂണിത്തുറയ്ക്ക്. തൃപ്പൂണിത്തുറ എത്തിയാൽ നമ്മൾ സ്റ്റാച്യു ജംഗ്ഷനിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന ടെമ്പിളാണ് ഇത്. ഇതോടൊപ്പം ദേവന്റെ പുതിയ വീഡിയോകൾ, പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റോറി ആയിട്ടുള്ള വീഡിയോ നീലവൈഡൂര്യത്തിലൂടെ ഇനിയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പുതിയ എപ്പിസോഡുമായിട്ട് നമ്മൾ വരും. നിങ്ങൾ കാത്തിരിക്കൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.